ഫ്രണ്ട്സ്, വെൽക്കം ടു ജീനിയസ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ദ താജ്മഹൽ എന്ന പോയമാണ്. ഈ പോയം എഴുതിയത് നമുക്കെല്ലാം ഫേമസ് ആയിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറാണ്. ടാഗോറിനെ കുറിച്ച് നമ്മൾ പറയാൻ തന്നെ നമുക്കറിയാം. നമുക്ക് ലോകത്തിൽ നമുക്ക് ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ് അല്ലേ. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏഷ്യയിലെ ആദ്യമായിട്ട് നോബൽ പുരസ്കാരം കിട്ടിയ ഇത് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ടാഗോറിനാണ്. അത് അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കായ ഗീതാഞ്ജലി എന്ന പോയതിനാണ്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് താജ്മഹൽ എന്ന നമുക്ക് എല്ലാം അറിയുന്ന ഒരു താജ്മഹൽ എന്ന ആ ഒരു മഹത്തായ സ്മാരകത്തെ കുറിച്ച്, ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച സ്മാരകത്തെ കുറിച്ച് തന്നെ ഇദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് പോയത്തിലേക്ക് വന്നാലോ. താജ്മഹൽ ഇത് ജീവിച്ചിരുന്ന ചക്രവർത്തിയായ താജ്മഹലിന്റെ ശില്പിയായിട്ടുള്ള ഷാജഹാനോട് തന്നെ വർണ്ണിക്കുന്ന, അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്ന പോലെ സംസാരിക്കുന്ന ഒരു പോയമായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നോക്കാമല്ലേ. യു ന്യൂ എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ ദാറ്റ് ലൈഫ്, യൂത്ത്, വെൽത്ത്, റിനൗൺ ഓൾ ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. ഈ പോയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം പോയം നമ്മൾ വായിക്കുമ്പോൾ സാധാരണ സെന്റൻസ് വായിക്കുന്ന പോലെ അല്ലല്ലോ വായിക്കുന്നേ. 3 വരിയൊക്കെ ഒരുമിച്ച് ചേർത്ത് വായിച്ചാലേ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. യു ന്യൂ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ഇവിടെ യു എന്ന് ഉദ്ദേശിച്ചത് ആരെ തന്നെയാണ്? ഷാജഹാനെ വിളിക്കുകയാണ് ടാഗോർ. യു ന്യൂ എംപറർ ഓഫ് ഇന്ത്യ, എംപറർ ചക്രവർത്തി. അപ്പൊ എംപറർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചക്രവർത്തിയായ ഷാജഹാൻ, ദാറ്റ് ലൈഫ്, ആ ജീവിതം, അങ്ങയുടെ ജീവിതവും, യൂത്ത്, യുവത്വവും, വെൽത്ത്, സമ്പത്തും, റിനൗൺ, പ്രശസ്തിയും, ഓൾ ഫ്ലോട്ട് അവേ ഡൗൺ, ഓൾ, എല്ലാം, അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതെല്ലാം ഫ്ലോട്ട് അവേ ഡൗൺ. ഈ ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകി പോവുക അല്ലെ. അപ്പൊ ഫ്ലോട്ട് അവേ, ഒഴുകിപ്പോയി. എന്തിൽ ഒഴുകിപ്പോയി? ദ സ്ട്രീം ഓഫ് ടൈം. ടൈം സമയമാണ്. സ്ട്രീം എന്ന് പറഞ്ഞാൽ അരുവിയാണ്. അപ്പൊ അരുവി, കാലത്തിന്റെ അരുവി, സമയത്തിന്റെ അല്ലെങ്കിൽ കാലത്തിന്റെ അരുവി, ആ അരുവിയിൽ ഒഴുകിപ്പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മൺമറഞ്ഞു പോയി എന്ന് തന്നെ സൂചിപ്പിക്കുന്നത് കേട്ടോ. കാലത്തിന്റെ ആ ഒരു നീരൊഴുക്കിൽ, അത് ആ ഒഴുക്കിൽ അങ്ങ് പെട്ടുപോയി. അങ്ങയുടെ സമ്പത്ത്, അതുപോലെ യുവത്വം, പ്രശസ്തി, ഇതെല്ലാം ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ് അല്ലെ, ഇപ്പൊ ഇല്ല എന്നർത്ഥം. അതെല്ലാം നിലച്ചു പോയി എന്നർത്ഥം. ഈ പോയത്തിൽ ഒരുപാട് പോയിന്റ് ഡിവൈസുകൾ ഉണ്ട്. നമുക്കറിയാം, സാധാരണ ഇവിടെ സ്ട്രീം ഓഫ് ടൈം എന്ന ഈ ഫ്രേസ് സൂചിപ്പിക്കുന്നത് കാലത്തിന്റെ നീരൊഴുക്ക് എന്നാണ് അല്ലേ. അപ്പൊ സമയത്തെ അല്ലെങ്കിൽ കാലത്തെ ഒരു സ്ട്രീമിനോട്, ഒരു അരുവിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ് അതല്ലേ, നേരിട്ട് ഉപമിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയുന്നതിന് നമുക്ക് ഒരു വ്യക്തിയെ ഇന്നതാണ് എന്ന് പറയുന്നത്, ഇപ്പൊ നീ പുലിയാണ് കേട്ടോ എന്ന് പറയുന്നത് നമുക്കറിയാം, ആ ഒരു വ്യക്തിയെ വേറൊരു വസ്തുവായിട്ടോ ജീവിയായിട്ടോ നേരിട്ട് അങ്ങോട്ട് കമ്പയർ ചെയ്യാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മെറ്റഫർ എന്നുള്ളത്. അപ്പൊ ഇവിടെ സ്ട്രീം ഓഫ് ടൈം എന്നുള്ളത് എക്സാമ്പിൾ ഫോർ മെറ്റഫർ, ഉപമ. അപ്പൊ അവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒറ്റ ആ വേർഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് അരുവി എന്നർത്ഥം അല്ലെ. അതൊരു യഥാർത്ഥ വസ്തുവാണ് അല്ലെ, യഥാർത്ഥ സംഭവമാണ്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവി സ്ട്രീമാണ്. അപ്പൊ അത് ശരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന റിയൽ ആയിട്ടുള്ള ഒരു വസ്തു അല്ലേ, തിങ് അല്ലേ. അപ്പൊ അത് വിഷ്വൽ ഇമേജും കൂടിയാണ്. സ്ട്രീം മാത്രം എടുത്താൽ അത് വിഷ്വൽ ഇമേജ് ആണ്. അതോടൊപ്പം ഇതേ സ്ട്രീം എന്നത് ഒഴുകുമ്പോൾ നമുക്ക് ഒച്ച കേൾക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അത് എന്ത് ഇമേജ് ആണ്? ഒച്ച കേൾക്കുന്ന, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നവയൊക്കെ വിഷ്വൽ ഇമേജുകളാണ്. ഓക്കെ, ഇപ്പൊ സ്കൈ, അതുപോലെ ഡെസ്ക്, ബെഞ്ച്, പെന്ന്, ബുക്ക്, ഇതെല്ലാം നമ്മുടെ യഥാർത്ഥ വസ്തുക്കളാണ്, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നവയാണ്. അപ്പൊ അവയൊക്കെ വിഷ്വൽ ഇമേജ്. അതേ സ്ട്രീം എന്നത് ഇത് വിഷ്വൽ ഇമേജും ആണ്. അതേസമയം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ട്രീമിന് ഒച്ച കേൾക്കാൻ പറ്റും. അപ്പൊ അത് എന്ത് ഇമേജ് ആണ്? ഓഡിറ്ററി ഇമേജ് ആണ്. നമുക്ക് കേൾക്കാൻ പറ്റും അല്ലെ, ഓഡിറ്ററി ഇമേജ് ആണ്, ശ്രവണ ചിത്രം എന്ന് പറയും. ഓക്കെ, അപ്പൊ കാലത്തിന്റെ നീരൊഴുക്കിൽ അല്ലയോ അങ്ങയുടെ അങ്ങേ ചക്രവർത്തി, അങ്ങയുടെ സമ്പത്ത്, അതുപോലെ യൂത്ത്, പ്രശസ്തി, ഇതെല്ലാം ഒഴുകിപ്പോയി എന്ന് പറയുന്നു. അടുത്ത ലൈൻ നോക്കാം. യുവർ ഓൺലി ഡ്രീം വാസ് ടു പ്രിസർവ് ഫോർ എവർ യുവർ ഹേർട്ട്സ് പെയിൻ. യുവർ, അങ്ങയുടെ ഓൺലി ഡ്രീം, ഒരേ ഒരു സ്വപ്നം, വാസ്, ആയിരുന്നു. എന്തായിരുന്നു അങ്ങയുടെ ഒരേ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് എന്തായിരുന്നു? ടു പ്രിസർവ്, സംരക്ഷിക്കുക. ഓക്കെ, സംരക്ഷിക്കുകയായിരുന്നു. എത്രത്തോളം? ഫോർ എവർ, എന്നേക്ക് സംരക്ഷിക്കുക. എന്ത് സംരക്ഷിക്കുക? ആരെ സംരക്ഷിക്കുക? യുവർ ഹേർട്ട്സ് പെയിൻ,
അങ്ങയുടെ ഹൃദയത്തിന്റെ വേദന, അല്ലെ, അങ്ങയുടെ ഹൃദയത്തിന്റെ വേദന, യുവർ ഹേർട്സ് പെയിൻ എന്ന് സൂചിപ്പിക്കുന്നത് ഷാജഹാൻ ചക്രവർത്തിയുടെ വൈഫായിരുന്ന മുംതാസിനെയാണ്. അപ്പോൾ അവരുടെ അനശ്വര പ്രണയത്തിന്റെ കാവ്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഹേർട്സ് പെയിൻ ആണ്, അതായത് അങ്ങയുടെ ഹൃദയത്തിന്റെ ഭാഗമാണ്, പെയിൻ ആണ്, വേദനയാണ് ഇവിടെ ഉള്ളത് എന്നർത്ഥം. ഓക്കെ.